പഴയ ക്യാംകോർഡർ. അത് ആരെങ്കിലും റെക്കോർഡ് ചെയ്താൽ അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടാൽ ആരും വിശ്വസിക്കില്ല. ഒരു പെൺകുട്ടി തന്റെ യഥാർത്ഥ കുടുംബത്തെ കണ്ടെത്താൻ വർഷങ്ങളായി കാത്തിരിക്കുന്നു. ഒടുവിൽ അവൾക്ക് അവരുടെ വീട് കിട്ടുന്നു. പക്ഷെ ആ വീട്ടിനുള്ളിൽ അവളെ കാത്തിരുന്നത് അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. കഥ തുടങ്ങുന്നത് ആളൊഴിഞ്ഞ ഒരു കാട്ടിലാണ്. കാട്ടിലൂടെ വഴിതെറ്റി നടന്നിരുന്ന മേഗനും പീറ്റും ഒടുവിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട വീട് കണ്ടെത്തുന്നു. മേഗന്റെ കാലിന് പരിക്കേറ്റതിനാൽ പീറ്റാണ് അവളെ താങ്ങി നടക്കുന്നത്. ഫോണിന് സിഗ്നൽ ഇല്ലാത്തതിനാൽ വീട്ടിൽ ലാൻഡ് ലൈൻ ഫോൺ ഉണ്ടോ എന്ന് നോക്കാൻ പീറ്റ് അകത്തേക്ക് കയറുന്നു. അകത്ത് കയറിയ ഉടൻ തന്നെ ആരോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ തോന്നൽ അവനെ അലട്ടുന്നു. കുറച്ചു തിരച്ചിലിന് ശേഷം അവൻ ഒരു പഴയ ലാൻഡ് ലൈൻ ഫോൺ കണ്ടെത്തുന്നു. പക്ഷെ അത് പ്രവർത്തിക്കുന്നില്ല. അപ്പോഴേക്കും ആ വീടിന് മുകളിൽ നിന്ന് വലിയ ശബ്ദങ്ങൾ കേൾക്കുന്നു. അത് കേട്ട് പീറ്റ് മുകളിലേക്ക് പോകുന്നു. അതേസമയം പുറത്തു നിന്നിരുന്ന മേഗൻ രണ്ടാം നിലയിലെ ജനലിൽ ഒരു പഴയ ക്യാംകോർഡർ തന്നെ റെക്കോർഡ് ചെയ്യുന്നത് കാണുന്നു. ക്യാമറയുടെ ലെൻസിലേക്ക് നോക്കിയ നിമിഷം അവളുടെ കണ്ണുകൾ വെളുത്തു പോകുന്നു. ശരീരം വളയുന്നു. എന്തോ ഒരു അമാനുഷിക ശക്തി അവളെ കീഴടക്കുന്നു. മുകളിലെത്തിയ പീറ്റിന് ആരെയും കാണാൻ കഴിയുന്നില്ല. പകരം മേഗനെ റെക്കോർഡ് ചെയ്യുന്ന ആ ക്യാംകോർഡർ മാത്രമാണ് അവൻ കാണുന്നത്. അതിനുശേഷം കഥ ആബി എന്ന യുവതിയിലേക്ക് മാറുന്നു. 2 മാസമായി അവൾ തന്റെ ഫോസ്റ്റർ സഹോദരി ലോറയുടെ വീട്ടിൽ ഒളിച്ചാണ് താമസിക്കുന്നത്. അപ്പോഴാണ് അവരുടെ ഫോസ്റ്റർ സഹോദരനായ സ്റ്റീവ് അവിടെ എത്തുന്നത്. ആബി തന്റെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്താൻ മുമ്പ് സ്റ്റീവിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അവനൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഒരു അഭിഭാഷകൻ സ്റ്റീവിനെ ബന്ധപ്പെടുന്നു. 1994 തയ്യാറാക്കിയ ഒരു വില്ലിൽ നഗരത്തിൽ നിന്ന് ദൂരെയുള്ള മാതാപിതാക്കളുടെ ഒരു വീട് ആബിയുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിക്കുന്നു. ആ സ്വത്ത് വർഷങ്ങളായി ആരും ഏറ്റെടുത്തിരുന്നില്ല. ആവശ്യമായ രേഖകളിൽ ഒപ്പുവെച്ചതോടെ ആ വീട് ഔദ്യോഗികമായി ആബിയുടെ സ്വന്തമാകുന്നു. ഇതിനിടെ ലോറ വീട്ടിൽ താമസിച്ചതും പണം കൊടുക്കാത്തതും കാരണം ആബിയോട് ഉടൻ ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുന്നു. ആബി വീട് വൃത്തിയാക്കി വിറ്റ ശേഷം ആദ്യം ലോറയുടെ പണം തിരികെ നൽകാമെന്ന് പറയുന്നു. അതോടൊപ്പം ആ വീട്ടിൽ നിന്ന് തന്റെ യഥാർത്ഥ കുടുംബത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നു. സ്റ്റീവ് ഒരാഴ്ച കഴിഞ്ഞ് കൂടെ വരാമെന്ന് പറഞ്ഞെങ്കിലും ആബിക്ക് അത്രയും ദിവസം കാത്തിരിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൾ ഒറ്റയ്ക്ക് യാത്ര തിരിക്കുന്നു. ദീർഘയാത്രയ്ക്ക് ശേഷം ആബി ഒരു ചെറിയ പട്ടണത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. അവിടെ നിന്ന് അടുത്തുള്ള ഒരു ബാറിൽ പോയി 38 മില്ലർ റോഡിലേക്കുള്ള വഴി ചോദിക്കുന്നു. ആ വിലാസം കേട്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നിശബ്ദരാകുന്നു. ആരും അവളെ സഹായിക്കാൻ തയ്യാറാകുന്നില്ല. ഒടുവിൽ കെയിൽ എന്ന യുവാവ് അവളെ അവിടെ എത്തിക്കാമെന്ന് സമ്മതിക്കുന്നു. വഴിമധ്യേ ആബിയെ കണ്ടപ്പോൾ പഴയകാലത്തെ ആരെയോ ഓർമ്മ വന്നതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പെരുമാറിയതെന്ന് മാത്രമാണ് അവൻ പറയുന്നത്. ഒടുവിൽ അവൻ ആബിയെ കാട്ടിനുള്ളിലെ ഒറ്റപ്പെട്ട വലിയ വീട്ടിലെത്തിക്കുന്നു. വീട്ടിനുള്ളിൽ കയറിയ ആബിക്ക് അസഹ്യമായ ദുർഗന്ധമാണ് ആദ്യം അനുഭവപ്പെടുന്നത്. പക്ഷെ വീട്ടിലിപ്പോഴും വൈദ്യുതി ഉണ്ടായിരുന്നു. എല്ലാം ഒരു ദിവസം പെട്ടെന്ന് ഉപേക്ഷിച്ചു പോയതുപോലെയായിരുന്നു അവസ്ഥ. തിരച്ചിലിനിടെ അവൾ പഴയ രേഖകളും ഒരു കുഞ്ഞിന്റെ തൊട്ടിലും വസ്ത്രങ്ങളും കണ്ടെത്തുന്നു. അതൊരു പക്ഷേ തന്റേതാകാമെന്ന് അവൾ കരുതുന്നു. അതിന്റെ അടുത്ത് 1994 വീഡിയോ കാസറ്റുകളും ഒരു പഴയ ക്യാംകോർഡറും കിടക്കുന്നത് അവൾ കാണുന്നു. കാട്ടിൽ മേഗനെ റെക്കോർഡ് ചെയ്ത അതേ ക്യാംകോർഡർ ആയിരുന്നു അത്. ഇത്രയും പഴക്കമുള്ളതായിട്ടും അത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ശേഷം സ്റ്റീവ് വിളിക്കുന്നു. ഫോൺ സിഗ്നൽ കുറവായതിനാൽ ആബി പുറത്തേക്ക് ഇറങ്ങിയാണ് സംസാരിക്കുന്നത്. വീട് വാങ്ങാൻ ആളെ കണ്ടെത്താൻ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അതിനായി വീടിനെ കുറിച്ച് ഫോട്ടോകൾ അയച്ചു തരണമെന്നും അവൻ പറയുന്നു. സംസാരിച്ച് തിരികെ വരുമ്പോൾ മുകളിലെ ജനലിൽ നിന്ന് ആരോ തന്നെ നോക്കി നിൽക്കുന്നതായി അവൾ കാണുന്നു. വീണ്ടും നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അവൾ അത് അവഗണിക്കുന്നു. ആ രാത്രി ആബി പഴയ ക്യാംകോർഡർ ടിവിയുമായി ബന്ധിപ്പിച്ച് വീഡിയോ കാസറ്റുകൾ കാണാൻ തുടങ്ങുന്നു. ആദ്യമായാണ് അവൾ തന്റെ യഥാർത്ഥ മാതാപിതാക്കളായ കാമറോണിനെയും ജേസനെയും കാണുന്നത്. ഇരുവരും സന്തോഷത്തോടെ ജീവിക്കുന്നതും ജേസൺ എപ്പോഴും ക്യാംകോർഡർ ഉപയോഗിച്ച് എല്ലാം റെക്കോർഡ് ചെയ്യുന്നതുമാണ് വീഡിയോയിൽ കാണുന്നത്. ഓർമ്മകൾ സൂക്ഷിക്കാനാണ് ക്യാമറ ഉപയോഗിക്കുന്നതെന്ന് ജേസൺ പറയുന്നു. കാമറോൺ വീട്ടിൽ തന്നെ ഒരു ക്ലിനിക്ക് തുടങ്ങാനുള്ള ആലോചനയും പങ്കുവയ്ക്കുന്നു. പിന്നീട് ഒരു കാസറ്റിൽ ചിത്രം പെട്ടെന്ന് നിൽക്കുന്നു. ആ നിമിഷം കാമറോൺ നേരെ സ്ക്രീനിലൂടെ ആബിയെ നോക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. പിന്നീട് ജേസൺ തന്റെ അസുഖം കൂടുതൽ വഷളാകുകയാണെന്നും കാമറോൺ തന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് പറയുന്നതും ആബി കാണുന്നു. ഇതെല്ലാം കണ്ട ശേഷം അവൾ ഉറങ്ങാൻ പോകുന്നു. അന്ന് രാത്രി വീടിനുള്ളിലൂടെ ആരോ നടക്കുന്നതിന്റെ ശബ്ദം കേൾക്കുന്നു. വാതിലിനരികിൽ ഒരു നിഴൽ രൂപം നിൽക്കുന്നതും പിന്നീട് അത് അപ്രത്യക്ഷമാകുന്നതും കാണുന്നു. പിറ്റേന്ന് രാവിലെ കാമറോണിന്റെ ഒരു വസ്ത്രം ധരിച്ചപ്പോൾ ഇരുവരും തമ്മിലുള്ള അതിശയകരമായ സാമ്യം അവൾ തിരിച്ചറിയുന്നു. മെഡിക്കൽ രേഖകൾ പരിശോധിച്ചപ്പോൾ ജേസന്റെ ഗുരുതരമായ അസുഖത്തെക്കുറിച്ചും ഒറ്റപ്പെട്ട ജീവിതം അവനെ സഹായിക്കുമെന്നുമായിരുന്നു കാമറോണിന്റെ വിശ്വാസമെന്നും അവൾ മനസ്സിലാക്കുന്നു. പിന്നീട് വീടിന്റെ ഫോട്ടോകൾ എടുത്ത് സ്റ്റീവിന് അയച്ച ശേഷം ആബി കുളിക്കാൻ പോകുന്നു. അപ്പോഴാണ് മുകളിൽ നിന്ന് കനത്ത കാൽപ്പാടുകൾ കേൾക്കുന്നത്. മുകളിലെത്തിയപ്പോൾ മുമ്പ് അടഞ്ഞുകിടന്ന ഒരു മുറി ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്. അതിനുള്ളിൽ ക്യാംകോർഡർ കാട്ടിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. ക്യാംകോർഡറിലൂടെ നോക്കിയപ്പോൾ മരങ്ങൾക്കിടയിൽ ഒരു മനുഷ്യനെ അവൾ കാണുന്നു. പക്ഷെ സ്വന്തം കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അവിടെ ആരുമില്ല. വീണ്ടും ക്യാംകോർഡറിലൂടെ നോക്കുമ്പോൾ ആ മനുഷ്യൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. പഴയ റെക്കോർഡിങ്ങോ ക്യാമറയുടെ തകരാറോ ആകാമെന്ന് കരുതി ആബി അത് വിട്ടുകളയുന്നു. കുറച്ചു കഴിഞ്ഞ് കെയിലെത്തി ആബിയെ കൂട്ടിക്കൊണ്ടുപോകുന്നു.
പോകുന്നു. ഈ വീട് എല്ലാവരും ഇത്ര ഭയപ്പെടുന്നത് എന്തിനാണെന്ന് ആബി ചോദിച്ചപ്പോൾ കെയിൽ അവളെ ബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു പഴയ വാർത്താ റിപ്പോർട്ട് കാണിക്കുന്നു. അതിൽ ഗ്രീൻ കുടുംബത്തിന്റെ വീട്ടിലും പരിസരത്തുമായി 13 ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി പറയുന്നു. കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ 2 മൃതദേഹങ്ങൾ ജേസന്റെയും കാമറോണിന്റെയും ആണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ അവരുടെ നവജാത ശിശുവായ ആബിഗെയിലിനെ മാത്രം ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ കുഞ്ഞ് താനാണെന്ന് ആബി മനസ്സിലാക്കുന്നു. എങ്ങനെയോ രക്ഷപ്പെട്ട അവൾ പിന്നീട് ഫോസ്റ്റർ കെയറിൽ എത്തിയതാണെന്നും അവൾ തിരിച്ചറിയുന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു വയോധികൻ ആബിയെ തിരിച്ചറിഞ്ഞ് ഉടൻ പട്ടണം വിട്ടുപോകാൻ ദേഷ്യത്തോടെ ആവശ്യപ്പെടുന്നത്. കെയിലും ബാറുടമയും ചേർന്നാണ് അയാളെ ശാന്തനാക്കുന്നത്. വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ എല്ലാം തന്റെ തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് പറഞ്ഞ് ആബി തളരുന്നു. പക്ഷെ അന്ന് അവൾ ഒരു നവജാത ശിശുവായിരുന്നതിനാൽ സംഭവിച്ചതിൽ അവൾക്ക് ഒരു കുറ്റവുമില്ലെന്ന് കെയിൽ ആശ്വസിപ്പിക്കുന്നു. വയോധികന്റെ മകൻ കൊല്ലപ്പെട്ടവരിൽ ഒരാളായിരുന്നു എന്നും ആബിയെ കണ്ടപ്പോൾ പഴയ ദുഃഖം വീണ്ടും ഓർമ്മ വന്നതാണെന്നും അവൻ വിശദീകരിക്കുന്നു. ആ രാത്രി ആബിക്ക് ഇപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഭയമാണ്. അതുകൊണ്ട് ഒരു ഡ്രിങ്കിനായി വീട്ടിലേക്ക് വരാമോ എന്ന് അവൾ കെയിലിനോട് ചോദിക്കുന്നു. കെയിൽ സമ്മതിച്ച് വീട്ടിലെത്തുന്നു. ചെറുപ്പം മുതൽ ഈ വീട് എല്ലാവരും ഭയപ്പെട്ടിരുന്നുവെന്നും നാട്ടുകാർ ആരും ഇത് വാങ്ങാൻ തയ്യാറായിരുന്നില്ലെന്നും അവൻ പറയുന്നു. പിന്നീട് ഈ വീടിനെ കുറിച്ച് നാട്ടിൽ പ്രചരിക്കുന്ന പല കഥകളും അവൻ പറയാൻ തുടങ്ങുന്നു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും കാമറോണിന്റെ രോഗികളായിരുന്നുവെന്നാണ് ഒരു കഥ. മറ്റൊരു കഥയിൽ കാമറോൺ തന്നെയാണ് എല്ലാവരെയും കൊന്നതെന്ന് പറയുന്നു. വേറൊരു കഥയിൽ ജേസനാണ് കാമറോണിനെ കൊല്ലാൻ ശ്രമിച്ചതെന്നും പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ആ 13 പേരെ ആരാണ് കൊന്നത്? ഗ്രീൻ കുടുംബത്തിന് എന്താണ് സംഭവിച്ചത്? ആബി എങ്ങനെ രക്ഷപ്പെട്ടു എന്നൊന്നും ആർക്കും അറിയില്ല. വീഡിയോയിൽ കണ്ട കാമറോൺ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്നാണ് ആബി വിശ്വസിക്കുന്നത്. സംസാരത്തിനിടെ ഇരുവരും കൂടുതൽ അടുത്താകുന്നു. ആ രാത്രി കെയിൽ ആബിയുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നു. അർദ്ധരാത്രിയിൽ കെയിൽ ഉണരുന്നു. ആബിയെ ഉണർത്താതെ താഴേക്ക് ഇറങ്ങുമ്പോൾ മുകളിൽ നിന്ന് ടെലിവിഷന്റെ ശബ്ദം കേൾക്കുന്നു. ക്യാംകോഡർ ഉണ്ടായിരുന്ന മുറിയിലെത്തിയപ്പോൾ ടെലിവിഷനിൽ തന്റേതായ തത്സമയ ദൃശ്യമാണ് കാണുന്നത്. പക്ഷെ ക്യാംകോഡർ ആരും കൈകാര്യം ചെയ്യുന്നില്ല. അല്പസമയത്തിനകം മുറി മുഴുവൻ പതുങ്ങിയ ശബ്ദങ്ങൾ നിറയുന്നു. പെട്ടെന്ന് അദൃശ്യമായ കൈകൾ അവന്റെ മുഖം പിടിച്ചെടുക്കുന്നു. അവന്റെ കണ്ണുകളും വെളുത്തു പോകുന്നു. പിറ്റേന്ന് രാവിലെ ആബി എഴുന്നേറ്റപ്പോൾ കെയിൽ നേരത്തെ പോയെന്നാണ് അവൾ കരുതുന്നത്. പക്ഷെ വീണ്ടും വീട്ടിൽ തിരച്ചിൽ തുടരുന്നു. അപ്പോഴാണ് കാമറോണിന്റെ തെറാപ്പി സെഷനുകളുടെ വീഡിയോ കാസറ്റുകൾ അവൾ കണ്ടെത്തുന്നത്. ഒരു വീഡിയോയിൽ പോസ്റ്റ്മാനായ ആഡം സാധാരണ രീതിയിൽ കാമറോണുമായി സംസാരിക്കുന്നതാണ് കാണുന്നത്. അടുത്ത വീഡിയോയിൽ കെവിൻ എന്ന രോഗി തന്റെ ശരീരത്തിനുള്ളിൽ എന്തോ ദുഷ്ടശക്തി ഉണ്ടെന്ന് പറയുന്നു. അടുത്ത നിമിഷം അവന്റെ ശരീരം വലിഞ്ഞു മുറുകുന്നു. ശബ്ദവും മാറുന്നു. പിന്നീട് ആ ശക്തി നേരിട്ട് കാമറോണിനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. കാമറോൺ ഒരു പെൺകുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ടുണ്ടെന്നും ആ കുഞ്ഞ് അമ്മയെ പോലെ തന്നെ ഇരിക്കുമെന്നും അത് പറയുന്നു. ഇപ്പോൾ വീഡിയോ കാണുന്ന ആബിയോടാണ് അത് സംസാരിക്കുന്നതെന്ന് അവൾക്ക് തോന്നുന്നു. കുറച്ചു കഴിഞ്ഞ് കെവിൻ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. പക്ഷെ ക്യാംകോഡർ കണ്ട ഉടൻ വീണ്ടും അവൻ ആക്രമണകാരിയാകുന്നു. അതേസമയം സ്റ്റീവ് വിളിച്ച് ഈ വീടിന്റെ പഴയ ചരിത്രം കാരണം അത് വിൽക്കുന്നത് എളുപ്പമല്ലെന്ന് പറയുന്നു. ക്യാംകോഡറിലൂടെ മാത്രം കാണാൻ കഴിയുന്ന രൂപങ്ങളെ കുറിച്ചും ആബി സ്റ്റീവിനോട് പറയുന്നു. ഒറ്റയ്ക്ക് അവിടെ തുടരുന്നത് അവളെ ബാധിക്കുമെന്നും ഉടൻ ആ വീട്ടിൽ നിന്ന് മടങ്ങി പോകണമെന്നും സ്റ്റീവ് ആവശ്യപ്പെടുന്നു. പക്ഷെ സ്വന്തം മാതാപിതാക്കൾക്കും രോഗികൾക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ താൻ മടങ്ങില്ലെന്നാണ് ആബിയുടെ തീരുമാനം. സ്റ്റീവുമായി സംസാരിച്ചതിന് ശേഷം ആബി വീണ്ടും കാമറോണിന്റെ കുറിപ്പുകൾ പരിശോധിക്കുന്നു. അതിൽ ക്യാംകോഡർ ഒരു ദുഷ്ടവസ്തുവാകാമെന്നും അത് നരകത്തിലേക്കുള്ള ഒരു ജനാലയായിരിക്കുമെന്നും കാമറോൺ എഴുതിയിരുന്നതായി അവൾ കാണുന്നു. സത്യമറിയാൻ ആബി ക്യാംകോഡർ വീട്ടിലെ പല ഭാഗങ്ങളിലും ഉപയോഗിച്ചു നോക്കുന്നു. സ്വന്തം കണ്ണുകൾക്ക് സാധാരണയായി കാണുന്ന മുറികൾ ക്യാംകോഡറിലൂടെ നോക്കുമ്പോൾ പൂർണ്ണമായി മാറിയിരിക്കുന്നു. ചുവരുകളിലും നിലത്തും രക്തക്കറകളും അക്രമത്തിന്റെ അടയാളങ്ങളും കാണാം. പിന്നീട് ഒരു വിചിത്ര ചിഹ്നവും ചങ്ങലയുമുള്ള ഒരു കസേരയും അതിനരികിൽ നിൽക്കുന്ന ഒരു മനുഷ്യരൂപവും അവൾ ക്യാംകോഡറിലൂടെ കാണുന്നു. അത് കണ്ടതോടെ ആബി ഭയന്ന് താഴേക്ക് ഓടുന്നു. അപ്പോഴാണ് കെയിലിന്റെ സഹോദരി പേജ് വീട്ടിലെത്തുന്നത്. കെയിൽ ഇന്നലെ രാത്രി വീട്ടിലെത്തിയില്ലെന്ന് അവൾ പറയുന്നു. സുഹൃത്തുക്കൾക്ക് അയച്ച ഒരു ഫോട്ടോയും അവൾ ആബിയെ കാണിക്കുന്നു. അതിൽ ആബിയെ കളിയാക്കി വിച്ച് ജൂനിയർ എന്ന് കെയിൽ എഴുതിയിരിക്കുന്നു. കെയിൽ രാത്രി വീട്ടിൽ നിന്ന് പോയെന്നാണ് ആബി പറയുന്നത്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കണമെന്ന് പറഞ്ഞ് പേജ് മടങ്ങാൻ ഒരുങ്ങുന്നു. പക്ഷെ വീട്ടിനുള്ളിൽ കെയിലിന്റെ തൊപ്പി കിടക്കുന്നത് കണ്ടതോടെ അവൾക്ക് സംശയം തോന്നുന്നു. അതിനുശേഷം ആബി കാമറോണും ഡോക്ടർ ഫ്രാങ്ക്ലിനും തമ്മിലുള്ള ഒരു ടേപ്പ് കേൾക്കുന്നു. പല സംസ്കാരങ്ങളിലും ചിത്രങ്ങൾ മനുഷ്യന്റെ ആത്മാവിനെ ഒരു ഭാഗം പിടിച്ചെടുക്കുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നുവെന്ന് ഫ്രാങ്ക്ലിൻ പറയുന്നു. കെവിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ശക്തി തെറാപ്പിക്കിടെ ക്യാംകോഡറിലേക്ക് മാറിയിരിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ നിഗമനം. അതിനുശേഷം ക്യാംകോഡറാണ് ആ ശക്തിയുടെ പുതിയ താമസ സ്ഥലമെന്നും അദ്ദേഹം പറയുന്നു. ഇനി ഒരാളെയും റെക്കോർഡ് ചെയ്യരുത്, രോഗികളെ കാണുന്നത് നിർത്തണം, എത്രയും വേഗം ക്യാംകോഡർ നശിപ്പിക്കണമെന്നും അദ്ദേഹം കാമറോണിന് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് കേട്ട ആബി കാമറോണിന് ഈ അപകടത്തെക്കുറിച്ച് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ ഇത്രയും അറിഞ്ഞിട്ടും ആ ക്യാംകോഡർ എങ്ങനെ ഇപ്പോഴും ആ വീട്ടിൽ തന്നെ തുടരുന്നു എന്ന ചോദ്യം അവളെ അലട്ടുന്നു. അതേസമയം കെയിലിനെ കുറിച്ചുള്ള സംശയം മാറാത്തതിനാൽ പേജ് രഹസ്യമായി വീണ്ടും വീട്ടിലേക്ക് വരുന്നു. ശബ്ദം കേട്ട് മുകളിലേക്ക് കയറിയ അവൾ ക്യാംകോഡർ കണ്ടെത്തി അതിലെ വീഡിയോ പ്ലേ ചെയ്യുന്നു. കെയിലിന് കഴിഞ്ഞ രാത്രി സംഭവിച്ചതെല്ലാം അതിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അവൾ കാണുന്നു. പക്ഷെ ആരെങ്കിലും വിളിക്കാനോ അവിടെ നിന്ന് രക്ഷപ്പെടാനോ കഴിയുന്നതിന് മുൻപ് പിന്നിൽ നിന്ന് ആരോ അവളെ ശക്തമായി ആക്രമിക്കുന്നു. ഇതിനിടെ ആബി ജേസൺ രഹസ്യമായി റെക്കോർഡ് ചെയ്ത മറ്റൊരു കൂട്ടം വീഡിയോ കാസറ്റുകൾ
ആളുകൾ കണ്ടെത്തുന്നു. ഓരോ വീഡിയോയിലും കാമറോണിന്റെ രോഗികളോ പട്ടണത്തിലെ ആളുകളോ ക്യാമ്പ് കോഡറിന് മുന്നിൽ നിൽക്കുന്നതാണ് കാണുന്നത്. തുടക്കത്തിലെല്ലാം സാധാരണ പോലെ തുടങ്ങും, പക്ഷെ എല്ലാവർക്കും അവസാനം ഒരുപോലെയാണ്. ക്യാമ്പ് കോഡറിന്റെ ലെൻസിലേക്ക് നോക്കുന്ന നിമിഷം അവരുടെ ശരീരം നിശ്ചലമാകുന്നു, കണ്ണുകൾ വെളുത്തു പോകുന്നു, പിന്നെ അദൃശ്യമായ കൈകൾ അവരെ ആക്രമിക്കുന്നു. ഇതോടെ ഭയപ്പെടുത്തുന്ന ഒരു സത്യം ആബി തിരിച്ചറിയുന്നു. ആ 13 പേരെയും കൊന്നത് കാമറോൺ അല്ല, ആ ശപിക്കപ്പെട്ട ക്യാമ്പ് കോഡറാണ്. വീഡിയോകൾ തുടർന്നപ്പോൾ മറ്റൊരു സത്യവും പുറത്തു വരുന്നു. ജെയ്സന്റെ രോഗം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഓരോ ബലിക്ക് ശേഷം കുറച്ചു സമയത്തേക്ക് അവന്റെ ആരോഗ്യം മെച്ചപ്പെടുമായിരുന്നു. കാമറോണിന്റെ പേരും അവളുടെ ഡോക്ടർ എന്ന ജോലിയും ഉപയോഗിച്ചാണ് സഹായം തേടി വന്നവരെ ജെയ്സൺ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നത്. ആദ്യം അവർക്ക് ശരിക്കും ചികിത്സ നൽകാനാണ് കാമറോൺ ശ്രമിച്ചത്. പക്ഷെ ഓരോ ഇരയും ജെയ്സന്റെ ജീവൻ കുറച്ചുകാലം കൂടി നീട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് വീണ്ടും വീണ്ടും പുതിയ ഇരകളെ കണ്ടെത്തേണ്ടി വന്നു. ഒടുവിൽ ഒരു വീഡിയോയിൽ കാമറോൺ ചങ്ങലയിട്ട് ബന്ധിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു. ജെയ്സൺ അവരുടെ കുഞ്ഞെവിടെയാണെന്ന് ചോദിച്ച് അവളെ ഭീഷണിപ്പെടുത്തുന്നു. നിരപരാധികളായ രോഗികളെ ബലിയർപ്പിച്ചതിന് കാമറോൺ ജെയ്സനെ കുറ്റപ്പെടുത്തുന്നു. തന്റെ നിലവിളി കേട്ടെത്തിയ ആളുകളാണ് ആബിയെ ഫോസ്റ്റർ കെയറിലേക്ക് കൊണ്ടുപോയതെന്നും ജെയ്സൺ ഒരു ദിവസം സ്വന്തം മകളെയും ബലിയർപ്പിക്കുമെന്ന ഭയത്താലാണ് അവളെ രക്ഷിക്കാൻ വിട്ടുകൊടുത്തതെന്നും കാമറോൺ വെളിപ്പെടുത്തുന്നു. ദേഷ്യം വന്ന ജെയ്സൺ ക്യാമ്പ് കോഡർ കാമറോണിന്റെ നേരെ തിരിക്കുന്നു. അടുത്ത നിമിഷം ആ ദുരാത്മാവ് കാമറോണിനെ ആക്രമിക്കുന്നു. അതോടെ വീഡിയോ പെട്ടെന്ന് അവസാനിക്കുന്നു. കാമറോണിന്റെ വീഡിയോ കണ്ടതോടെ ഇതുവരെ നടന്ന സംഭവങ്ങളുടെ വലിയൊരു ഭാഗം ആബിക്ക് മനസ്സിലാകുന്നു. ജെയ്സനാണ് എല്ലാത്തിനും പിന്നിലെന്നും തന്റെ അമ്മ ഒരിക്കലും തന്നെ ഉപേക്ഷിച്ചിട്ടില്ലെന്നും അവൾ തിരിച്ചറിയുന്നു. അതിനുശേഷം ആബി എല്ലാ വീഡിയോ കാസറ്റുകളും വീടിന് പുറത്തേക്ക് കൊണ്ടുപോയി തീ കൊളുത്തുന്നു. പക്ഷെ ക്യാമ്പ് കോഡർ മാത്രം അവൾ കത്തിക്കുന്നില്ല. കാരണം തന്റെ അമ്മയെ കാണാൻ കഴിയുന്ന ഏക ഓർമ്മ അതിലാണെന്ന് അവൾ വിശ്വസിക്കുന്നു. അതേസമയം സ്റ്റീവ് അന്വേഷണം തുടരുകയായിരുന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം അവൻ കണ്ടെത്തുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ജോൺ ഡോ എന്ന പേരിൽ ചികിത്സയിലുണ്ടായ തിരിച്ചറിയപ്പെടാത്ത ഒരു രോഗി യഥാർത്ഥത്തിൽ ജെയ്സൺ ആയിരുന്നു. സ്വന്തം പല്ലുകൾ പറിച്ചെടുത്ത് കത്തിക്കരിഞ്ഞ മറ്റൊരു മൃതദേഹത്തിനൊപ്പം വെച്ചതുകൊണ്ടാണ് പോലീസ് അത് ജെയ്സന്റെ മൃതദേഹമാണെന്ന് തെറ്റായി തിരിച്ചറിഞ്ഞത്. പിന്നീട് ജെയ്സന്റെ രോഗം വീണ്ടും ഗുരുതരമായി. അവനെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. പക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെട്ട ജെയ്സൺ വീണ്ടും ആ വീട്ടിലേക്ക് മടങ്ങി. വീടിനുള്ളിലെ രഹസ്യമുറികളിൽ ഒളിച്ചാണ് അവൻ വർഷങ്ങളോളം കഴിഞ്ഞത്. ഇതോടെ മുകളിലെ ജനലിൽ നിന്ന് ആബിയെ നോക്കിയ നിഴലും രാത്രിയിൽ അവളുടെ മുറിക്ക് പുറത്തുണ്ടായിരുന്ന രൂപവും തുടക്കത്തിൽ മേഘനെ ക്യാമ്പ് കോഡറിൽ റെക്കോർഡ് ചെയ്ത ആളും ജെയ്സൺ ആണെന്ന് സ്റ്റീവ് മനസ്സിലാക്കുന്നു. അവൻ ഉടൻ തന്നെ ആബിയെ വിളിക്കുകയും മുന്നറിയിപ്പ് നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ ആ സമയത്ത് ആബി ഫോൺ കാണുന്നില്ല. ഇതിനിടെ ആബി വീണ്ടും ക്യാമ്പ് കോഡർ ഉപയോഗിച്ച് വീട്ടിനുള്ളിൽ നോക്കുന്നു. ക്യാമ്പ് കോഡറിലൂടെ നോക്കുമ്പോൾ വീടിന്റെ ഇടനാഴികളിലൂടെ നിരവധി ആത്മാക്കൾ നടക്കുന്നത് അവൾ കാണുന്നു. അവരുടെ ഇടയിൽ കാമറോണിന്റെ രൂപവും ഉണ്ടായിരുന്നു. ആ രൂപം ആബിയെ ഒരു രഹസ്യ ഭൂഗർഭ മുറിയിലേക്ക് നയിക്കുന്നു. അകത്ത് കയറിയപ്പോൾ പഴയതും പുതിയതുമായ നിരവധി മൃതദേഹങ്ങൾ അവൾ കാണുന്നു. അവയുടെ ഇടയിലും മേഘന്റെയും പീറ്റിന്റെയും കെയിലിന്റെയും മൃതദേഹങ്ങളും ഉണ്ടായിരുന്നു. അപ്പോഴാണ് കെയിൽ അന്ന് രാത്രി ഒരിക്കലും വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നില്ലെന്ന് ആബി മനസ്സിലാക്കുന്നത്. അതേസമയം കാമറോണിന്റെ രൂപം പിന്നിലേക്ക് നോക്കാൻ ആബിക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷെ അവൾ തിരിയുന്നതിന് മുൻപ് തന്നെ ജെയ്സൺ അവളെ ആക്രമിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ആബിക്ക് ബോധം വരുന്നു. അവൾ കെട്ടിയിട്ട നിലയിലാണ്. അടുത്ത് പരിക്കേറ്റ പേജും കിടക്കുന്നു. അപ്പോഴാണ് ജെയ്സൺ അവരുടെ മുന്നിലേക്ക് വരുന്നത്. വർഷങ്ങളായി തന്റെ മകളെ കാത്തിരിക്കുകയായിരുന്നുവെന്ന് അവൻ പറയുന്നു. അതിനുശേഷം പേജിന്റെ മുന്നിൽ ക്യാമ്പ് കോഡർ വെക്കുന്നു. അത് ചെയ്യരുതെന്ന് ആബി എത്ര പറഞ്ഞിട്ടും ജെയ്സൺ ക്യാമ്പ് കോഡർ ഓണാക്കുന്നു. അടുത്ത നിമിഷം ആ ദുരാത്മാവ് പേജിനെയും പിടികൂടുന്നു. ആബിയുടെ കണ്ണുകൾക്ക് മുന്നിൽ തന്നെ പേജ് മരിക്കുന്നു. തുടർന്ന് ജെയ്സൺ ക്യാമ്പ് കോഡർ ആബിയുടെ നേരെ തിരിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് വീടിന്റെ മുൻവാതിൽ ശക്തമായി മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. സത്യം മനസ്സിലാക്കിയ സ്റ്റീവ് അവിടെ എത്തിയതായിരുന്നു. പക്ഷെ ജെയ്സൺ അവനെയും ആക്രമിക്കുന്നു. പിന്നീട് ഒരു കത്രിക ആബിയുടെ അടുത്തേക്ക് ഇട്ടുകൊടുത്ത് അവളെ കെട്ടഴിക്കാൻ അവസരം നൽകുന്നത് പോലെ അവൻ മാറി നിൽക്കുന്നു. ആബി കഷ്ടപ്പെട്ട് കെട്ടഴിച്ച് പുറത്തേക്ക് ഓടുന്നു. സ്റ്റീവിന്റെ കാർ പുറത്തു കണ്ടപ്പോൾ അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടാകാമെന്ന് അവൾ കരുതുന്നു. ഒറ്റയ്ക്ക് രക്ഷപ്പെടാതെ ചെറുപ്പം മുതൽ സ്വന്തം കുടുംബം പോലെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റീവിനെ രക്ഷിക്കാൻ അവൾ വീണ്ടും വീട്ടിനുള്ളിലേക്ക് കയറുന്നു. അടുക്കളയിൽ നിന്ന് ഒരു കത്തിയെടുത്ത് മുകളിലേക്ക് പോകുന്നു. അവിടെ സ്റ്റീവ് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട നിലയിലാണ്. ജെയ്സൺ അവന്റെ നേരെ ക്യാമ്പ് കോഡർ ചൂണ്ടിപ്പിടിച്ചിരിക്കുകയാണ്. ആബി അടുത്തു വന്നാൽ ഉടൻ ക്യാമ്പ് കോഡർ പ്രവർത്തിക്കുമെന്ന് ജെയ്സൺ ഭീഷണിപ്പെടുത്തുന്നു. എന്ത് സംഭവിച്ചാലും തന്നെ കുറിച്ച് ചിന്തിക്കാതെ തന്നെ ആക്രമിക്കണമെന്ന് സ്റ്റീവ് ആബിയോട് പറയുന്നു. പക്ഷെ സ്റ്റീവിനെ ബലിയർപ്പിക്കാൻ ആബിക്ക് കഴിയുന്നില്ല. ഒടുവിൽ അവൾ കയ്യിലുണ്ടായിരുന്ന കത്തി താഴെയിടുന്നു. ജെയ്സൺ ഒടുവിൽ ഇതെല്ലാം എന്തിനാണ് ചെയ്തതെന്ന് പറയാൻ തുടങ്ങുന്നു. ആ വീട്, വില്ല്, അഭിഭാഷകൻ, സ്വത്തിന്റെ കൈമാറ്റം എല്ലാം താനാണ് ഒരുക്കിയതെന്ന് അവൻ വെളിപ്പെടുത്തുന്നു. ആബിക്ക് സ്വന്തം ഭൂതകാലത്തെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹമുണ്ടെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്നും അതുതന്നെയാണ് ഒടുവിൽ അവളെ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നതെന്നും അവൻ പറയുന്നു. തന്റെ രോഗം വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷെ ഓരോ ബലിക്ക് ശേഷം തന്റെ ജീവൻ കുറച്ചു കാലം കൂടി നീണ്ടുകിട്ടിയെന്നും അവൻ പറയുന്നു. പിന്നീട് ജെയ്സൺ മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്തുന്നു. ഇനി തന്റെ സ്ഥാനത്ത് ആബി വരണമെന്നും മറ്റുള്ളവരെ ബലിയർപ്പിച്ച് സ്വന്തം ജീവൻ നീട്ടിക്കൊണ്ടുപോകണമെന്നും അവൻ ആവശ്യപ്പെടുന്നു. ആ യാത്രയിലെ ആദ്യ ഇര സ്റ്റീവ് ആയിരിക്കണമെന്നും അവൻ തീരുമാനിക്കുന്നു. തുടർന്ന് ജെയ്സൺ ക്യാമ്പ് കോഡർ ആബിയുടെ കയ്യിൽ കൊടുത്ത് റെക്കോർഡ് ബട്ടൺ അമർത്താൻ ആവശ്യപ്പെടുന്നു. ആബി
ആബി ക്യാംകോർഡറിലൂടെ നോക്കിയപ്പോൾ കാമറൂണിനെ പോലെ ഒരു രൂപം അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ രൂപം അവളെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് എല്ലാം ശരിയാകുമെന്ന് പറയുന്നു. സ്റ്റീവിനെ ബലിയർപ്പിക്കാൻ അത് ആബിയെ പ്രേരിപ്പിക്കുന്നു. ഒരു നിമിഷം ആബി സംശയത്തിലാകുന്നു. ശരിക്കും ജെയ്സന്റെ രോഗം തനിക്കും ഉണ്ടാകുമോ എന്ന ഭയം അവളുടെ മനസ്സിലൂടെ കടന്നുപോകുന്നു. പക്ഷെ ഉടൻ തന്നെ അമ്മ ചെയ്ത ത്യാഗം അവൾ ഓർക്കുന്നു. ജെയ്സണിൽ നിന്നും ഈ ക്യാംകോർഡറിൽ നിന്നും ഈ അവസാനിക്കാത്ത ചക്രത്തിൽ നിന്നും തന്നെ രക്ഷിക്കാനാണ് കാമറോൺ തന്നെ അകറ്റി വളർത്തിയതെന്ന് അവൾ മനസ്സിലാക്കുന്നു. സ്വന്തം അമ്മ ഒരിക്കലും ഒരു നിരപരാധിയെ കൊല്ലാൻ പറയില്ലെന്നും ക്യാംകോർഡറിലൂടെ കാണുന്ന കാമറോണിന്റെ രൂപം യഥാർത്ഥ കാമറോൺ അല്ലെന്നും അവൾ തിരിച്ചറിയുന്നു. തന്റെ അമ്മയോടുള്ള സ്നേഹം ഉപയോഗിച്ചാണ് ഈ ദുരാത്മാവ് തന്നെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നതെന്നും അവൾ മനസ്സിലാക്കുന്നു. ആദ്യം ആബി ക്യാംകോർഡർ സ്റ്റീവിന്റെ നേരെ ഉയർത്തുന്നു. പക്ഷെ അവസാന നിമിഷം ആബി ക്യാംകോർഡർ ജെയ്സന്റെ നേരെ തിരിക്കുന്നു. നീയാണ് എന്റെ യഥാർത്ഥ അച്ഛൻ, പക്ഷെ നീ എന്റെ കുടുംബമല്ല എന്ന് പറഞ്ഞ് അവൾ റെക്കോർഡ് ബട്ടൺ അമർത്തുന്നു. അടുത്ത നിമിഷം വർഷങ്ങളായി മറ്റുള്ളവരെ കൊന്ന അതേ അമാനുഷിക ശക്തി ജെയ്സനെ തന്നെ ആക്രമിക്കുന്നു. അദൃശ്യമായ കൈകൾ അവനെ പിടിച്ചെടുക്കുന്നു. ജെയ്സൺ നിലത്തേക്ക് വീഴുന്നു. ആ തിരക്കിനിടെ ക്യാംകോർഡർ കൈവിട്ട് താഴെ വീഴുന്നു. പക്ഷെ അത് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്യാംകോർഡറിന്റെ ലെൻസ് ആബിയുടെയും സ്റ്റീവിന്റെയും നേരെയാണ് തിരിഞ്ഞിരുന്നത്. അത് കണ്ട ആബി ഉടൻ ക്യാംകോർഡർ ഓഫ് ചെയ്യുന്നു. പിന്നീട് അവൾ സ്റ്റീവിന്റെ ചങ്ങല അഴിച്ചുവിടുന്നു. ഇരുവരും ചേർന്ന് ക്യാംകോർഡറും ബാക്കിയുള്ള തെളിവുകളും പുറത്തേക്ക് കൊണ്ടുപോയി തീയിൽ എറിഞ്ഞു കളയുന്നു. ജെയ്സണും ആ ശാപവും അവസാനിച്ചുവെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിനുശേഷം സ്റ്റീവ് വീണ്ടും ജെയ്സൺ ഒരുക്കിയ വില്ലും സ്വത്ത് കൈമാറ്റവും എല്ലാം ഓർമ്മിപ്പിക്കുന്നു. ജെയ്സൺ പറഞ്ഞ പാരമ്പര്യ രോഗത്തെക്കുറിച്ച് ആബി സ്റ്റീവിനോട് പറയുന്നു. ഒരു ദിവസം ആ രോഗം തനിക്ക് വന്നാലും കുറച്ചുകാലം കൂടി ജീവിക്കാൻ വേണ്ടി ഒരിക്കലും ഒരു നിരപരാധിയെയും ബലിയർപ്പിക്കില്ലെന്ന് അവൾ ഉറപ്പ് നൽകുന്നു. മെഡിക്കൽ പരിശോധനയും ചികിത്സയും ഒരുമിച്ച് നേരിടാമെന്ന് സ്റ്റീവ് അവൾക്ക് വാക്ക് നൽകുന്നു. ഒടുവിൽ ഇരുവരും പരസ്പരം സ്നേഹം തുറന്നു പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തയ്യാറാകുന്നു. പക്ഷെ സ്റ്റീവ് കാറിന്റെ താക്കോൽ എടുക്കാൻ വീണ്ടും വീട്ടിനുള്ളിലേക്ക് കയറുന്നു. ആബി ഒറ്റയ്ക്ക് പുറത്തു നിൽക്കുമ്പോൾ പരിചിതമായ ഒരു വിസിൽ ശബ്ദം കേൾക്കുന്നു. അവൾ കാട്ടിലേക്ക് നോക്കുമ്പോൾ കാമറോണിന്റെ ആദ്യ രോഗിയായ ആഡം മരങ്ങൾക്കിടയിൽ നിൽക്കുന്നത് കാണുന്നു. വർഷങ്ങൾക്ക് മുൻപ് മരിച്ച ആളെ ക്യാംകോർഡർ ഇല്ലാതെയും ഇപ്പോൾ കാണാൻ കഴിയുന്നത് കണ്ട ആബി ഹ എന്ന് സ്റ്റീവിനെ വിളിക്കുന്നു. മുകളിലെ ജനലരികിൽ സ്റ്റീവ് പ്രത്യക്ഷപ്പെടുന്നു. പക്ഷെ അവന്റെ പിന്നിൽ ജെയ്സന്റെയും കാമറോണിന്റെയും ആത്മാക്കളും നിൽക്കുകയാണ്. കാമറോൺ വീണ്ടും സ്നേഹത്തോടെ മോളെ എന്ന് വിളിക്കുന്നു. അപ്പോഴാണ് ആബി അവസാന സത്യം മനസ്സിലാക്കുന്നത്. ജെയ്സന്റെ കയ്യിൽ നിന്ന് താഴെ വീണ ക്യാംകോർഡർ ഓഫ് ചെയ്യുന്നതിന് മുൻപ് ആ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആബിയെയും സ്റ്റീവിനെയും അത് റെക്കോർഡ് ചെയ്തിരുന്നു. അതിനുശേഷം തങ്ങൾ സ്റ്റീവിനെ രക്ഷിച്ചതും ക്യാംകോർഡർ കത്തിച്ചതും അവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ടതുമെല്ലാം യഥാർത്ഥത്തിൽ നടന്നതല്ല. ക്യാംകോർഡറിനുള്ളിൽ കുടുങ്ങി അവരുടെ ആത്മാക്കൾ കാണിച്ച ഒരു മായ മാത്രമായിരുന്നു അത്. യഥാർത്ഥത്തിൽ ആബിയും സ്റ്റീവും ഒരിക്കലും ജീവനോടെ രക്ഷപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ ക്യാംകോർഡർ ഇല്ലാതെയും മരിച്ചവരെ കാണാൻ കഴിയുന്നത് അവരും ആ ലോകത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. ആബിയും സ്റ്റീവും ഇപ്പോൾ ആ ശാപത്തിൽ കുടുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരിക്കൽ ക്യാംകോർഡർ ഒരാളെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ലായിരുന്നു. അങ്ങനെ അടുത്ത ഇരയെ കാത്ത് ആ ശപിക്കപ്പെട്ട ക്യാംകോർഡർ ആ ഒറ്റപ്പെട്ട വീട്ടിൽ മാറ്റമില്ലാതെ ഇപ്പോഴും കിടക്കുന്നതോടെ സിനിമ അവസാനിക്കുന്നു.